വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ടീമിനെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. രാവിലെ തന്നെ നെട്ടയത്ത് നിന്ന് തിരുമലേക്ക് വന്നിട്ടുണ്ട്, വേദ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ നമ്മുടെ വീടൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട്, ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ ഗോഡിനെ ഒന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഫുൾ നീറ്റാക്കി ഇട്ടിട്ടാണ് നമ്മൾ ട്രിപ്പിന് പോയിട്ട് വന്നപ്പോൾ വീട് കിടന്ന കോലം കണ്ട് ഞാൻ തന്നെ കണ്ണ് തള്ളിപ്പോയിട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു. അവർ വരാമെന്ന് പറഞ്ഞു. പക്ഷെ പല കാരണങ്ങളായിട്ട് അതങ്ങനെ നീണ്ടു പോകുമായിരുന്നു കേട്ടോ. ആ ചീമയുടെ വളകാപ്പും അതും ഇതും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ വരാൻ നിന്നപ്പോഴേക്കും റോഡ് പണിയായതുകൊണ്ട് കാറൊന്നും കയറ്റാൻ പറ്റാണ്ട് അങ്ങനെ ഇട്ടിരുന്നു. അതുകൊണ്ട് വിളിച്ചിട്ട് പിന്നെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ഇന്നാണ് അതിനിപ്പോൾ സമയം കിട്ടിയിട്ടുള്ളത്. അവരെ വിളിച്ചു. അപ്പോൾ വാട്സപ്പ് ചെയ്താൽ പെട്ടെന്ന് അവർ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. ഫോണിൽ വിളിച്ചാൽ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവർ റെസ്പോണ്ട് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഫൈനലി ഇന്നത്തേക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് അവർ രാവിലെ ഒരു 9 മണിയായപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവർ വരുന്നതിന് മുന്നേ ഒന്ന് കുളിച്ചിട്ട് നിൽക്കാമെന്ന് കരുതിയപ്പോഴേക്കും നടന്നില്ല. പിന്നീട് അവർ വന്ന ശേഷമാണ് ഞാൻ പെട്ടെന്ന് ടപ്പേന്ന് പറഞ്ഞ് കുളിച്ചിട്ട് വന്നു. ഞാൻ കുളിച്ചിറങ്ങിയിട്ട് വേണം അവർക്ക് ആ റൂം കൂടെ ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അവർ 4 പേരാണ് വന്നത്. 2 പേര് റൂം, 2 പേര് റൂം, അങ്ങനെയാണ് 4 പേരല്ലേ? അതെ, 4 പേര്. അങ്ങനെയാണ് അവർ ക്ലീൻ ചെയ്തത് കേട്ടോ. ക്ലീനിങ് കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ണ് തള്ളി നിന്ന് കേട്ടോ. ഞാനൊക്കെ എന്ത് തേങ്ങയാണ് ക്ലീൻ ചെയ്തുകൊണ്ട് നിന്നെന്നാണ് എൻ്റെ ഒരു ആലോചനയായിരുന്നത്. ഉറപ്പായിട്ടും വല്ലപ്പോഴൊക്കെ നമ്മളെല്ലാവരും ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഓണം വരുമ്പോഴെങ്കിലും ഇതൊക്കെ ചെയ്യാറുണ്ടല്ലേ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാണുകയാണെങ്കിൽ, എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ അറിയാം, എന്നും തൂപ്പും തുടപ്പുമാണ്. പിന്നെ തറയൊക്കെ നമ്മുടെ ഡോബി അത്യാവശ്യം നല്ല വൃത്തിക്കൊക്കെ ചെയ്തു തരും. പക്ഷേ കൈയും കാലും ഡോബിക്ക് എത്താത്ത സ്ഥലങ്ങൾ പലതും ഉണ്ടല്ലോ. അവിടെ നമ്മുടെ കൈയും കാലും തന്നെ എത്തണം. അപ്പോൾ അതൊക്കെ ജസ്റ്റ് വലയടിച്ചതുപോലെ പൊടിയൊക്കെ തുടച്ചെടുക്കുമെങ്കിലും നമ്മുടെ കൈയും കാലും എത്താത്ത സ്ഥലങ്ങൾ വരെ അവർ വൃത്തിയാക്കുന്ന കണ്ടപ്പോൾ ഞാൻ കണ്ണ് തള്ളി നിന്ന് പോയി കേട്ടോ. ഇതിപ്പോൾ അവരുടെ പ്രൊമോഷൻ പോലെ ആയല്ലേ ഈ വീഡിയോ. ഇന്നത്തെ വിശേഷം ഇതാണ് കേട്ടോ. ഞാൻ വൈപ്പും കൂടിയൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ വീട്ടിൽ നിന്ന് വന്ന ഉടനെ അവർ വന്ന ഉടനെ തന്നെ അവരെല്ലാം ചെയ്യുക കേട്ടോ. ഞാൻ ആ പാല് കാച്ചിന് തുറന്ന സാധനങ്ങൾ പിന്നീട് ഇപ്പോഴവരാണ് പല ഡ്രോയറും പല സാധനങ്ങളും വെളിയിൽ വെക്കുന്നത് കേട്ടോ. ഈ റാക്കിൻ്റെ മുകളിലൊന്നും ഞാൻ തുടയ്ക്കാറോ ഒന്നും പോയില്ല. വലയടിക്കും, മീൻസ് മാറാല അടിക്കും. പിന്നെ ജനലും വാതിലും ഒക്കെ ഇതുപോലെ തുടയ്ക്കും. പിന്നെ ആ കുറച്ചൊക്കെ നമുക്ക് കൈയൊക്കെ എത്തുന്ന സ്ഥലങ്ങൾ ഇതുപോലെ തുടച്ച് ക്ലീൻ ചെയ്തൊക്കെ വയ്ക്കും എന്നല്ലാണ്ട് അധികം സാഹസത്തിനൊന്നും ഞാൻ മുതിരത്തില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് വലയടിച്ച് തുടങ്ങിയാൽ പിന്നെ ആ വീട് മൊത്തത്തിൽ വൃത്തിയാക്കുന്നവരെ എനിക്കൊരു സമാധാനം കിട്ടില്ല. ഒരു മനുഷ്യരെന്നെ സഹായിക്കാനും വരില്ല. അന്നത്തെ എൻ്റെ ദിവസം പോക്കാട്ടോ. അന്ന് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പോക്കാണ്. എൻ്റെ നടുവും ഓടിയും. പക്ഷെ ഇവർ വന്ന് ക്ലീൻ ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ട് കേട്ടോ. മാത്രമല്ല നല്ല ഡീപ്പായിട്ട് തന്നെ ഓരോ സ്ഥലങ്ങളും ക്ലീൻ തരുന്നുണ്ട്. എന്നോട് പറഞ്ഞ് കർട്ടൻ അഴിച്ച് അവർ വേണമെങ്കിൽ വാഷ് ചെയ്യാനിടാൻ പിന്നീട് എടുത്തിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ഇനി അത് കർട്ടൻ ഞാൻ എടുത്ത് പിന്നെ വീണ്ടും ഇടാനും പിടിക്കാനൊക്കെ നടക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൊടി അടിച്ച് വിട്ടാൽ മതി, ഒന്നും ചെയ്യേണ്ടെന്ന്. വാഷിംഗ് മെഷീൻ്റെ അകം വരെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ചെയ്യാറില്ല. എന്തായാലും അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ ഓൾ കേരള അവർക്ക് സർവീസ് അവൈലബിൾ ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ അവർ നേരിട്ട് വിളിച്ച് സംസാരിക്കുക കേട്ടോ. വാട്സപ്പിന് പകരം നേരിട്ട് വിളിച്ച് സംസാരിക്കുക. ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. നമ്മുടെ നടു ഒടിയാണ്ട് നമ്മുടെ വീട് വൃത്തിയാക്കാൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഞാൻ ഒരുപാട് ഇവരുടെ വീഡിയോസൊക്കെ റീൽസ് കണ്ടിട്ടുണ്ട്. അപ്പോഴേ കരുതിയിട്ടുണ്ട് അവരെ ഒന്ന് വിളിക്കണം, ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനും കരുതി നമ്മുടെ കൈയെത്തുന്ന സ്ഥലത്തല്ലേ അവരുടെ കയ്യും എത്തത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അവർ ഫുൾ ഓരോരുത്തർ ഓരോ പണി ചെയ്യുന്നത് കൊണ്ട് അവരെല്ലാം ഒരാൾ ചെയ്യുന്ന ജോലി അവർ വൃത്തിക്ക് തന്നെ അത് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും അത്രയും നീറ്റായിട്ട് എടുത്ത് തുടച്ച് പൊടി അടിച്ച് വച്ച്, അതുപോലെ ഫ്ലോറൊക്കെ ആണെങ്കിലും നല്ലതുപോലെ എന്തോ ഒരു ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് അവർ നന്നായിട്ട് വാക്യൂമൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സത്യമായിട്ടും നമ്മൾ ഈ സ്ത്രീകൾക്ക് അറിയാമല്ലേ, നമ്മളിങ്ങനെ പൊടിയടിക്കാൻ കയറിയാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തീരുന്നവരെ നമുക്ക് ആ ഫുൾ അല്ലെങ്കിൽ പകുതി അവിടെ ഇട്ടിട്ട് പകുതി വീണ്ടും അടുത്ത ദിവസം ചെയ്യാന്ന് വെച്ചാൽ എന്നും ജോലിയാണ്. ഒരു ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അന്ന് തന്നെ തീർക്കാമെന്നൊക്കെ കരുതും. അന്ന് നമ്മളെ സഹായിക്കാനും ഒരു മനുഷ്യരുണ്ടല്ലോ, നമ്മളെ നാട്ടുപൊടിയും. സത്യമായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത്. അയ്യോ ഓണവും വിഷുവൊക്കെ വരുമ്പോൾ എൻ്റെ പണി വാളും കേട്ടോ. അയ്യോ അതിനെപ്പറ്റി ആലോചിക്കാൻ കൂടി വയ്യ. നമുക്കിപ്പോൾ എന്നൊന്നും അവരെ വിളിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷെ വർഷത്തിലൊരിക്കലെങ്കിലും അവരെ വിളിച്ച് ഇങ്ങനെ ചെയ്താലേ, നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്താൽ പിന്നെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ പോരെ. എന്നൊക്കെ നമ്മൾ കരുതും. മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും നമ്മൾ പോകുന്നില്ല. പാല് വെച്ച് കഴിയുമ്പോഴും ഭയങ്കര തൂപ്പും തുടപ്പമൊക്കെ ആയിരിക്കും. 2 ദിവസത്തേക്ക് കാണും, പിന്നെ 3ൻ്റെ അന്ന് പഴയ പടി തന്നെ ആവും കേട്ടോ. അതുകൊണ്ട് വർഷത്തിലൊരിക്കൽ ഇവരെ വിളിച്ചൊന്ന് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. കാരണം അത്രയും പുതിയതുപോലെ അവർ ആക്കി തരുന്നുണ്ട് കേട്ടോ. ഓരോ ഭാഗവും
ഇവിടെയൊക്കെ ആരേലും ഇങ്ങനെ ഇത്രയും വൃത്തിക്കൊക്കെ ക്ലീൻ ചെയ്യുമോ? ഞാൻ ജസ്റ്റ് ഇവിടെയൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ അതെല്ലാം മാറ്റി ഒന്ന് ഭ്രാന്തളകുമ്പോൾ പൊടിയൊക്കെ അടിച്ച് വയ്ക്കും, അടിച്ചൊക്കെ വാരി ഇടും എന്നല്ലാണ്ട് ഇങ്ങനെ അതിൻ്റെ ഡോറിനെ ഒന്നും തുടയ്ക്കാനും തൂക്കാനും പിടിക്കാനും ഒന്നും പോകത്തില്ല കേട്ടോ. എന്തായാലും ഓരോ സ്ഥലമായിട്ട് അവരെനിക്ക് ക്ലീൻ ചെയ്ത് ഇറങ്ങുന്നുണ്ട്. നല്ല പോലെ ക്ലീൻ ചെയ്തു. തറയൊക്കെ നമ്മുടെ ഡോബി വർക്ക് ചെയ്യുമെങ്കിലും ഇതവരെന്തോ ലിക്വിഡൊക്കെ ഇട്ട് നന്നായിട്ട് വാക്യൂം ചെയ്തപ്പോണ്ടല്ലോ കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിൽ നമ്മുടെ മുഖം കാണാം. അത്രയ്ക്ക് വൃത്തിക്ക് വാക്യൂം ചെയ്ത് തന്നിട്ടുണ്ട്, മൊത്തത്തിൽ തന്നിട്ടുണ്ട്. ഇനി എനിക്കുള്ള പണിയെന്ന് പറയുന്നത് ബെഡ്ഷീറ്റ് വിരിക്കുക, പിന്നെ വാർഡ്രോബിലിരുന്ന കുറച്ച് തുണികളൊക്കെ മാറ്റി കൊടുത്തവർക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ആ തുണികൾ അടുക്കി വയ്ക്കുക. ഇത്രയും പണികൾ എനിക്ക് കാര്യമായിട്ടുണ്ടത്. കുറച്ചുകൂടെ അവർക്ക് മുകളിൽ പണിയുണ്ട്. ഇത് നോക്കിയേ, നമ്മുടെ എക്സോസ്റ്റർ ഫാനാട്ടോ. നമ്മൾ ഈ ആച്ചിമീനെയൊക്കെ വയ്ക്കുന്നതിന് മുന്നേ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന എക്സോസ്റ്റർ ഫാനാണ്. അതാണെങ്കിൽ ഈ പുകയും ഇതുമെല്ലാം ആയിട്ട് കരിക്കട്ട കണക്ക് ആകെ വൃത്തികേടായിട്ടിരുന്നു. അതിന് ഒരു ദിവസം ഇളക്കി പണിയണം എന്ന് കരുതിയിട്ട് എന്നെക്കൊണ്ട് പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഇട്ടേക്കായിരുന്നു. ഇന്ന് അവർ വന്ന് അതിനെ അഴിച്ച് പണിതല്ല അഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തിരിച്ചു വെച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് നോക്കിയത് ബാത്റൂമാണേ. ബാത്റൂമിൻ്റെ ഇവിടെ എങ്ങും ഞാൻ വലയടിക്കുമെന്നല്ലാണ്ട് ഇങ്ങനെ തുടയ്ക്കാനൊന്നും പോവില്ല. അവരതിനെ തുടച്ച് വൃത്തിയാക്കി തന്നു. പിന്നെ മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞതുപോലെ ഇന്ന് അവർ വരാൻ ഇറങ്ങിയപ്പോഴേക്കും എനിക്ക് രാവിലെ മെസ്സേജ് വന്നു 11 മണി മുതൽ 5 മണി വരെ കറണ്ട് ഉണ്ടാവില്ല എന്ന്. ഞാൻ പിന്നെ അവരോട് പറഞ്ഞു എങ്ങനെ പറയും. അവസാനം എന്നോട് ലൊക്കേഷൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കറണ്ട് ഇല്ല, പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല, കുഴപ്പമില്ല, വാക്യൂമൊക്കെ ചെയ്യേണ്ട പണികൾ 5 മണിക്ക് ശേഷം ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. കാരണം എത്ര ദിവസം കൊണ്ട് ഇത് മാറ്റി വെക്കുന്നു എന്നറിയോ ഓരോ കാര്യങ്ങൾ പറഞ്ഞ്. അപ്പോൾ എനിക്ക് തന്നെ ഒരു ചമ്മൽ വീണ്ടും കറണ്ട് ഇല്ല എന്ന് പറയാനായിട്ട്. പക്ഷെ അവരൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ ഇന്നും നടക്കത്തില്ലായിരുന്നു. ഞാനും കരുതി രണ്ടും കൽപ്പിച്ചവർ വരട്ടെ, കറണ്ട് ഇല്ലാത്ത കാര്യം അവർ വന്ന ശേഷം പറയാമെന്നൊക്കെ കരുതി കേട്ടോ. അപ്പോൾ കറണ്ട് ഇല്ലാത്തത് കുഴപ്പമില്ല എന്ന് കരുതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്തേ. അവർ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പോയ സമയം ഒരു ബ്ലാക്ക് കോഫി ഇട്ട് കുടിക്കാൻ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ ബ്ലാക്ക് കോഫി കുടിക്കാൻ തോന്നി. കുറച്ച് നേരത്തെയാണ് ഞാൻ ദോശ, രസവട, ഓംലെറ്റൊക്കെ കഴിച്ചത്. അതുകൊണ്ട് വലിയ വിശപ്പൊന്നുമില്ല. അങ്ങനെ ബ്ലാക്ക് കോഫിയൊക്കെ കുടിച്ചിട്ടിരുന്നപ്പോഴേക്കും വേദ വന്നപ്പോഴേക്കും വീട് ആകെ മെസ്സിയായിട്ട് കിടക്കുകയാണ്. ഇത് കണ്ടപ്പോൾ വേദയ്ക്ക് വല്ലാതെ വന്നു കേട്ടോ. വേദയ്ക്ക് ഞാൻ ഒരു ലോഡ് തുണികൾ മടക്കാൻ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു മടക്കി വെക്കടി എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് മടക്കി വെച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ റൂമിൽ എനിക്ക് മടക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, നിൻ്റെ റൂമിലുള്ള നീ മടക്ക്, ഇതെന്തിന് ഇത്രയും ചുരുട്ട് കൂട്ടിയൊക്കെ ഇതിനകത്തൊക്കെ വെച്ചതെന്നൊക്കെ പറഞ്ഞ് എന്നെ വേദ വഴക്ക് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞ് അല്ലാതെ അവർക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുവിധം സമ്മതിച്ച് വേദ കുറച്ച് സമയം ഇരുന്ന് വേദയുടെ വാർഡ്രോബ് ഫുള്ള് പാവം മടക്കി വെച്ചു കേട്ടോ. എന്തായാലും അവരുടെ എല്ലാ സ്ഥലങ്ങളിലും അവരുടെ കൈയും കാലും എത്തിയിട്ടുണ്ട്, എല്ലാം വൃത്തിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു, അടുക്കി പറക്കി ഒതുക്കി വെക്കാമെന്നൊക്കെ ഉള്ളത്. ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ മയങ്ങിയപ്പോൾ വേദ വന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അവർ എല്ലാം വൃത്തിയാക്കി തന്നെങ്കിലും ഇത് പിന്നെ തിരിച്ച് അടുക്കി പിറക്കി ഒതുക്കി വെക്കുക എന്നുള്ള ഡ്യൂട്ടി നമുക്കുണ്ട്. കാരണം നമ്മൾ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എവിടെയാണെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതിനേക്ക് ഒന്ന് അറേഞ്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ നമ്മുടെ ജോലി. നമ്മളെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അടിച്ച് വെളിയിലിറക്കി. മുകളിലും കയറാൻ പറ്റില്ല, താഴെ കയറാൻ പറ്റില്ല. 2 സൈഡിലും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ ക്ലീൻ ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വെച്ചപ്പോഴാണ് കറണ്ട് ഇല്ലാത്തത്. പിന്നെ കറണ്ട് വന്നിട്ടാട്ടോ അവർ ബാക്കി വാക്യൂമൊക്കെ ചെയ്തത്. അതുകൊണ്ട് മുകളിൽ ആൾ നിൽപ്പുണ്ട്, താഴെ ആൾ നിൽപ്പുണ്ട്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവരെ വിളിച്ചൊന്ന് വീട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണമെന്നുള്ളത്. എന്തായാലും ആ ആഗ്രഹം നിറവേറ്റി നല്ല രീതിയിൽ തന്നെ അവർ ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ. പക്ഷേ സത്യമായിട്ടോ നമ്മുടെ ഒടിയാണ്ട് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടി വൃത്തിക്ക്, സാധാരണ ജോലിക്കൊക്കെ ഒരാളെ നിർത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന വൃത്തി കിട്ടില്ല, അതുകൊണ്ട് നിർത്തുന്നില്ല എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മളെക്കാട്ടി വൃത്തിക്ക് അവർ ചെയ്തു. ബെഡൊക്കെ എടുത്ത് വാക്യൂം ചെയ്യുന്നുണ്ട്. മുകളിലത്തെ ബെഡ് ഞാൻ കവർ ഇട്ടിട്ടുണ്ട്, അത് ഊരിയിട്ട് വാക്യൂം ചെയ്യട്ടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ട, ഇനി ഊരിയാൽ ഇടാനൊക്കെ ഇനി പാടായതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കിടക്കുന്നത് കൊണ്ട് കവറോട് കൂടി വാക്യൂം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അടിപൊളിയായിട്ട് ബെഡൊക്കെ, താഴത്തെ ബെഡിന് കവർ ഇങ്ങനെ ഊരിയെടുക്കുന്ന കവറായിരുന്നു. അതുകൊണ്ട് താഴത്തെ ബെഡ് അവർ അല്ലാതെ വാക്യൂമൊക്കെ ചെയ്ത് തന്നെ കേട്ടോ. അപ്പോൾ അവർ മുകളിലത്തെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഞാൻ മുകളിൽ കയറി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഇനി അത് പെൻഡിങ്ങായി കിടക്കും. കുറച്ച് ഒന്ന് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ബെഡ്ഷീറ്റ് വേദയ്ക്ക് ഞാൻ വിരിച്ചു കൊടുത്തു, ബാക്കി തുണികൾ അവളോട് മടക്കി വയ്ക്കാൻ പറഞ്ഞു. പിന്നെ അവളുടെ ടെഡി ബേഴ്സിനെയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചു. അതൊക്കെ അവൾക്ക് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ സാധനങ്ങൾ ഇരിക്കണം കേട്ടോ. അതിനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. അതെല്ലാം വേദയുടെ അവളുടെ റൂം സെറ്റാക്കാൻ ഞാൻ അവളോട് പറഞ്ഞു കേട്ടോ. സത്യമായിട്ട് എൻ്റെ വീട് പെയിൻ്റ് അടിക്കാൻ ആകെ കൂടി സമയം കഴിഞ്ഞ് കിടക്കുകയാണ്. പെയിൻ്റ് അടിക്കാനേ നമ്മൾ ചിലരൊക്കെ പറഞ്ഞു ഓരോ റൂമായിട്ട് അടിക്കൂ എന്നൊക്കെ പറഞ്ഞു. അതൊന്നും നടക്കുന്ന കാര്യമില്ല. അടിക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങ് അടിക്കണം. അതിന് നല്ലൊരു എമൗണ്ട് ആവും, എല്ലാം കൂടി നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പെൻഡിങ് ആയിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ.
ആ പുല്ല് പല്ലെടുത്ത ശേഷം എൻ്റെ നാക്ക് കറക്റ്റായിട്ട് വരില്ല കേട്ടോ, എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഉടക്കിയേ വരുന്നുള്ളൂ. ഇങ്ങനെ ഇപ്പോഴും ആ മരവിപ്പ് ചെറിയ രീതിയിലുണ്ട്. എനിക്കറിയില്ല എന്താണ് എൻ്റെ നാക്കിനും വായിക്കും പറ്റിയതെന്നുള്ളത്. അതുകൊണ്ടാണ് ചില വാക്കുകളൊന്നും കിട്ടാതെ ഇതിൽ ഞാൻ എന്തോ കുഴങ്ങി സംസാരിക്കും പോലെ വരുന്നത് കേട്ടോ. അത് മനഃപൂർവ്വം സംസാരിക്കുന്നതല്ല, അത് വന്നു പോകുന്നതാണ്. ഓക്കെ, കണ്ടോ തറയൊക്കെ പള തിളങ്ങുന്നത് മിററൊക്കെ അടിപൊളിയായിട്ട് തുടച്ച് തന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്റ്റൈലായിട്ട് അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കാനാണെങ്കിൽ കിട്ടില്ലാട്ടെ. നമ്മൾ എത്ര തുടച്ചാലും ഈ മിറർ ഇങ്ങനെ ഇരിക്കത്തില്ല. പക്ഷെ അവരെന്ത് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് തന്നു നോക്കിയേ. അടുത്തതേ നമ്മുടെ റൂമിൽ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുകയാണ്. എവിടെ കിടന്ന തോർത്തോ ആ മുണ്ടോ ഒക്കെ ആണെന്നറിയില്ല, അത് ആ കമ്പിയിൽ കിടക്കുന്നത്. അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. ഇതിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് എൻ്റെ കൂട്ടത്ത് അവരെടുത്തിട്ടിരുന്നതാണ്. അതിനെ നേരെ റൂമിലോട്ട് വെച്ചിരുന്നു കേട്ടോ. ഞാൻ പിന്നീട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയമാണ് അയ്യോ ഇതെന്തോന്ന് ആ ബാഗിൽ കിടക്കുന്നതെന്ന് കണ്ടത്. ഇനി വേണം പോയി ആ റൂമിൽ നിന്ന് അതെടുത്ത് മാറ്റാനായിട്ട്. വേദയാണ് വീഡിയോ എടുക്കുന്നത്. എന്തൊക്കെയാണ് കൊച്ച് കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നതാണ്. അങ്ങനെ ഒരു 5-6 മണിയൊക്കെ ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് അവരുടെ പണികളെല്ലാം കഴിഞ്ഞു. തുടച്ച് തൂത്ത് വൃത്തിയാക്കി നല്ലപോലെ സൂപ്പറായിട്ട് വൃത്തിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗ്യാരൻറ്റി അവരെ വർക്കെല്ലാം അടിപൊളിയാണ് എന്നുള്ളത്. നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടി വൃത്തിയായിട്ട് ചെയ്യും എന്നതിനുള്ളിൽ ഞാൻ ഗ്യാരൻറ്റി കേട്ടോ. പിന്നെ ഒരു 5-6 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ല, അവരെല്ലാം പാക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ വാരിക്കെട്ടി. അവർ 4 പേരുണ്ടായിരുന്നു. ഓരോരുത്തരായിട്ട് ഓരോ റൂമിൽ കയറും. അവരുടെ ജോലി അവർ നല്ല വൃത്തിക്ക് ഓരോരുത്തരായിട്ട് കഴിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. എന്തായാലും താങ്ക് യു ജയ് ഗോഡ്. അത് കഴിഞ്ഞത് ഇങ്ങനെ ഞാനും വേദൻ ടി വിയൊക്കെ നോക്കിയിരിക്കുകയാണ്. ഭയങ്കര ഒരു ഫ്രഷ്നെസ് കേട്ടോ, വീടൊക്കെ പുതിയതായതുപോലൊരു ഫീലിങ്സ്. അങ്ങനെ ഇരിക്കുകയാണ്. ഞാനൊന്നും ഒരു വകയും ഉണ്ടാക്കിയില്ല. ഏട്ടൻ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നില്ല. രാവിലെ ഏട്ടൻ പുറത്തുനിന്ന് കഴിച്ചു. എനിക്കും വാങ്ങിച്ചുകൊണ്ട് തന്നു ദോശയൊക്കെ. വേദയ്ക്ക് ഞാൻ നെട്ടയത്തുനിന്നല്ലേ വന്നത്. അമ്മ പൊറോട്ട ഉണ്ടായിരുന്നു, ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത് വെച്ച് വേദയ്ക്ക് കൊടുത്തു. ഉച്ചയ്ക്കും അത് തന്നെയാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ പിന്നെ ഞാനൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ വൈകിട്ട് ഏട്ടൻ പറഞ്ഞു എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. ഷവർമ്മ വേണോടി അൽഫാം വേണോടി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരുത്തിയിരുന്ന് അങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏട്ടൻ ചെന്ന് അൽഫാം വാങ്ങിച്ചിട്ട് വന്നു. അതിനെ കഴിക്കാനായിട്ട് എടുക്കാൻ പോവാണ്. അപ്പം ഞാൻ ഏതാ വീഡിയോ എടുത്ത് താടിയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും അവൾ അവിടെ ഇരുന്നുകൊണ്ട് അവൾക്ക് കൈ കൊടുത്താൽ ബീൻ ബാഗിൽ കയറി ഇരിക്കുക കേട്ടോ. അതിൽ നിന്ന് എണീക്കുന്ന പാട് കരുതി അവൾ അങ്ങനെ ഇരിക്കുകയാണ്. നാളത്തേക്ക് ദോശമാവും പച്ചക്കറിയും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. സാമ്പാർ വയ്ക്കാനായിട്ട് പച്ചക്കറിയും വാങ്ങിച്ച് വന്നിട്ടുണ്ട്. ദോശമാവ് അരയ്ക്കണം, സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് അരയ്ക്കാത്തത്. അപ്പോൾ കുറേ ദിവസമായിട്ട് പുട്ടൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഇന്നിപ്പോൾ ദോശമാവ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഏട്ടൻ ദോശമാവ് വാങ്ങിച്ചുകൊണ്ടുവന്ന് പച്ചക്കറിയും വാങ്ങിച്ചുകൊണ്ടുവന്ന്. അപ്പോൾ നാളെ ഇഡ്ഡലിയും സാമ്പാറാണ്. അപ്പോഴേക്കും വേദ ബഹളം തുടങ്ങി. അത് പിന്നീട് വയ്ക്കാൻ ഈ ചിക്കനൊന്നും എടുത്ത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ബഹളം തുടങ്ങി. പിന്നെ ചിക്കനും അൽഫാമും ചപ്പാത്തിയാട്ടോ വാങ്ങിച്ചത്. ഇപ്പോൾ പൊറോട്ട വാങ്ങൽ കുറച്ച് കുറവാണ്. അത്രയും എനിക്കും ഇഷ്ടമല്ല, ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് പൊറോട്ട വേദയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ വേണ്ട കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വേദയ്ക്കും ഇപ്പോൾ പൊറോട്ട നിർബന്ധമില്ല, അവൾക്ക് ചിക്കൻ മതി. ചിക്കൻ്റെ കൂടെ ഇപ്പോൾ എന്തായാലും കുഴപ്പമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ചപ്പാത്തിയും അൽഫാമുമാണ് ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. വേദയ്ക്ക് കോളടിച്ചു. ഇന്നലെയും ചിക്കൻ, ഇന്നും ചിക്കൻ. ഇന്ന് 3 നേരവും വേദയ്ക്ക് ചിക്കനാണ് കേട്ടോ. 3 പീസ് അൽഫാമും ചപ്പാത്തി 418 രൂപയല്ലേ. ഇറാനിൽ നിന്നാണ് വാങ്ങിയതെന്ന് തോന്നുന്നു. ഇറാനിൽ നിന്നാണ് മിക്കവാറും സ്ഥിരമായിട്ട് വാങ്ങാറ്. ഇവിടെ പേയാട് ഒരു കുഞ്ഞ് ഇറാനി ഉണ്ട്, അവിടെ നിന്നാണ് എപ്പോഴും വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ വേദയും ഹാപ്പി, ഞാനും ഹാപ്പി. അൽഫാം കിട്ടിയ സന്തോഷത്തിൽ വേദയും. വീട് നടു ഒടിയാണ്ട്, സാധാരണഗതിയിൽ എൻ്റെ നടു ഒടിഞ്ഞുകൊണ്ടാണ് വൃത്തിയാകുന്നത്. ഇന്ന് നടു ഒടിയാതെ വൃത്തിയായതിൻ്റെ സന്തോഷത്തിൽ ഞാനുമാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം കെങ്കേമം. ഇന്ന് ആ നെറ്റ്ഫ്ലിക്സിലെ സീരീസ് സ്ട്രേഞ്ചർ തിങ്സ് എന്ന് കണ്ടു തീർത്ത് കേട്ടോ. അതിൻ്റെ സന്തോഷത്തിലും കൂടെ കേട്ടോ ഞാൻ. കാരണം വേറെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കണ്ടിരുന്നു. കണ്ണൊക്കെ വേദനിച്ചിട്ട് പാടില്ല കേട്ടോ. കണ്ണിൻ്റെ താഴെയൊക്കെ കറുപ്പ് വന്നു സീരീസ് കണ്ട്. അയ്യോ എനിക്ക് കണ്ണൊക്കെ വേദനിക്കുന്നു സത്യം പറഞ്ഞാൽ. ഒറ്റയടിക്കിരുന്ന് അങ്ങ് കണ്ടു തീർത്തു. അതാണെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെയാണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. എങ്കിലും അത് കണ്ടു തീർക്കുമ്പോഴുള്ളൊരു സമാധാനം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ജയഗോഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വിളിച്ച് സംസാരിക്കുക കേട്ടോ. വാട്സപ്പിനെ കാട്ടി വിളിച്ച് സംസാരിക്കുക. ഓൾ കേരള അവർക്ക് സർവീസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.